കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടൻ വിജയെ വീണ്ടും ചോദ്യം ചെയ്യുവാൻ CBI ഒരുങ്ങുന്നു. ദുരന്തത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രാദേശിക ഭരണകൂടത്തിനാണെന്ന് വിജയ് നേരത്തെ മൊഴി നൽകിയിരുന്നു. പൊങ്കൽ അവധിക്ക് ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ നടപടികൾ പുനരാരംഭിക്കുക. പൊങ്കൽ പ്രമാണിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് ആവശ്യം മുന്നോട്ട് വെച്ചതോടെയാണ് ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഒഴിവാക്കിയിരുന്നത്. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് 7 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് വിജയ് കഴിഞ്ഞ ദിവസം ഹാജരായിരുന്നു. പൊങ്കൽ പ്രമാണിച്ച് നാട്ടിലേക്ക് മടങ്ങുവാൻ താൽപ്പര്യം അറിയിച്ചതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ താൽക്കാലികമായി നിർത്തിവെച്ചത്. ആൾക്കൂട്ടം ഒഴിവാക്കുവാനും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തടയാനുമാണ് താൻ കരൂരിൽ നിന്ന് മടങ്ങിയതെന്നാണ് വിജയ് CBIക്ക് മൊഴി നൽകിയിരുന്നത്. തമിഴക വെട്രിക്കഴകം പാർട്ടി സമ്മേളനത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും 41 പേർക്കാണ് ജീവൻ നഷ്ടമായത്. TVKയുടെ ആവശ്യപ്രകാരമാണ് സുപ്രീം കോടതി കേസ് CBIക്ക് കൈമാറിയത്. കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി കൂടുതൽ TVK നേതാക്കളുടെ മൊഴിയും CBI രേഖപ്പെടുത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ വിജയെ ചോദ്യം ചെയ്യുന്നത് BJPക്ക് ഗുണകരമല്ല എന്ന വിലയിരുത്തലും നിലവിലുണ്ട്. CBI ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനെത്തിയ വിജയ്ക്ക് പിന്തുണയുമായി ആരാധകരും TVK പ്രവർത്തകരും എത്തിയിരുന്നു. ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം പ്രാദേശിക ഭരണകൂടത്തിനാണെന്ന് വിജയ് മൊഴി നൽകിയ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ചോദ്യം ചെയ്യലുകൾ കേസന്വേഷണത്തിൽ നിർണായകമാകുമെന്നും വിലയിരുത്തുന്നുണ്ട്.